friends, it's me Tumbi. You are watching Tumbi Girl. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ബാക്ക് ടു സ്കൂൾ സീരീസ് ആണ്. ഇത് എപ്പിസോഡ് 2 ആണ്. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ഇന്ന് പോണത് ബാക്ക് ടു സ്കൂളിൽ ഷോപ്പിങ്ങിനാണ്. അതിലൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് പെൻസിൽ ബോക്സ്, പിന്നെ കുറച്ചൊക്കെ ബുക്സ് ഒക്കെ നല്ല ആവശ്യമാണ്. അപ്പൊ അതിനൊക്കെ വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് ലിസ്റ്റ്. ഇനി അവിടെ എത്തുമ്പോ എന്താന്ന് അറിയില്ല, കുറച്ചുള്ളൂ കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇന്ന് ചാലക്കുടിയുള്ള നിർമ്മല സ്റ്റോഴ്സിലേക്കാണ് പോണത്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഈ ഷോപ്പിലേക്കായിരുന്നു പോയത്. കഴിഞ്ഞ കൊല്ലം നല്ല വെറൈറ്റി കീച്ചെയിനും ഇറേസറും ഒക്കെ ഉണ്ടായിരുന്നു. ഈ കൊല്ലം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നിങ്ങളുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് താഴെ കമന്റ് ചെയ്ത് ഞങ്ങൾ ലേറ്റ് ആയി പോയി. ഇനി ഞാൻ എന്നിട്ട് വേറെ വാങ്ങിച്ച് അതൊക്കെ ബാഗും എല്ലാവരും വാങ്ങിക്കണൊക്കെ വീഡിയോ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പൊ നമുക്ക് നേരെ വീഡിയോക്ക് എടുക്കാം. അപ്പൊ ഞങ്ങൾ കാറിലാണ് പോണത്. അപ്പൊ നിർമ്മല സ്റ്റോഴ്സ് വരുന്നത് ചാലക്കുടി സൗത്തിലാണ് കേട്ടോ. അപ്പൊ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറക്കി. അപ്പൊ ഇതാണ് കേട്ടോ ഷോപ്പ്. നിങ്ങൾക്ക് കാണുമ്പോൾ ചെറുതായിട്ട് പോലെ തോന്നും, ഉള്ളിലാണ് ഒരു ലോഡ് സാധനങ്ങളാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നല്ല വെറൈറ്റി സാധനങ്ങളാണ്. നല്ല ക്യൂട്ടായിട്ടുള്ള പൗച്ച് എല്ലാം ഉണ്ട്. അപ്പൊ കേറിപ്പോ തന്നെ ഈ പൗച്ചിലേക്കാണ് ആദ്യം കണ്ടുപോയത്. കഴിഞ്ഞ കൊല്ലത്തേക്കാളും നല്ല വെറൈറ്റി സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട് ഗൈസ്. വെറൈറ്റി പാനും പെൻസിലും എല്ലാം ഉണ്ട്. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറെ കളർ ഉണ്ട്. അപ്പൊ ഇതിൽ ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അത് വേറൊരു വീഡിയോ പറയുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ കട്ടറാണ് കേട്ടാ. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ആസ്ട്രോണറ്റിന്റെ ഈ കളർ, ബ്ലാക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഈ പൗച്ചുമ്പോൾ തന്നെ നോക്കിയിരിക്കും, ഇത് വേണോ അല്ലെങ്കിൽ മറ്റേത് വേണോ എന്നൊക്കെ ആലോചിച്ചോണ്ടിരിക്കുക. അടുത്തൊരു വീഡിയോ വരുന്നതാക്കി ഏത് പൗച്ചാണ് ഞാൻ എടുത്തേന്ന്. ഈ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ അത്യാവശ്യം തന്നെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ ഗൈസ്. നിങ്ങൾ നോക്കിയത് ഈ റോ ഫുള്ളും പൗച്ചാണ് കേട്ടാ. ഇതിന്ന് തന്നെ എങ്ങനെയാണ് ഞാൻ തപ്പി പിടിച്ചെടുത്തേന്ന് തന്നെ എനിക്ക് തന്നെ അറിയില്ല ഗൈസ്. ഇത് അടിപൊളി സംഭവമാണ്. നോക്കിയത് സ്റ്റേഷനറി സെറ്റ് ആണ്. ഇതിൽ തന്നെ പെൻസിൽ ബോക്സ് എല്ലാം സംഭവം. നിങ്ങൾക്ക് പൗച്ച് വേണ്ടെങ്കിൽ ഈ താഴെ തന്നെ ഫുള്ളും ബോക്സ് ആണ് ഗൈസ്. എനിക്ക് എന്റെ ചേട്ടനും ജോമെട്രി ബോക്സ് വാങ്ങിച്ചു. അത് ഏത് ജോമെട്രി ബോക്സ് വാങ്ങിച്ചെന്നാൽ അടുത്തൊരു വീഡിയോ വരുന്നത്. പിന്നെ ഇവിടുത്തെ ലഞ്ച് ബോക്സും വാട്ടർ ബോട്ടിലും ഒക്കെ ഉണ്ട്. അതൊന്നും ഞങ്ങൾ എടുത്തില്ല. ഞങ്ങൾക്ക് ഓൾറെഡി ഗൈസ് നോക്കി ക്യൂട്ടായിട്ടില്ല ഈ കുരങ്ങ ഹെഡ്ഫോൺ വെച്ചത് ഗൈസ്. ഇതിനൊക്കെ 9 രൂപയാണ് വരുന്നത്. ഈ യൂണിക്കോൺ അതെ ഗായ്സ്. ഇതിൽ കണ്ടേല് വെച്ച ഏറ്റവും അടിപൊളി സംഭവമാണ്. നോക്ക്, ഇതിന്റെ ടോപ്പ് ഒക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എയറോപ്ലെയിന്റെ ഒരു ഇത് മോഡൽ പോലെയാണ്. അപ്പൊ ഇതിന് 110 രൂപയാണ് വരുന്നത്. അപ്പൊ ഇതൊരു പാനാണ് കേട്ടോ. ഇതിന്റെ പല കളറൊക്കെ ഉണ്ട്. ഒരു പൂ പോലത്തെ ഉള്ള പെൻസിലൊക്കെ ഉണ്ടായിരുന്നു ഗായ്സ്. നിങ്ങൾക്ക് ഇങ്ങനത്തെ പൗച്ച് വേണമെങ്കിൽ ഇവിടെ അതും ഉണ്ട് ഗായ്സ്. ഞാൻ ഈ കടയിൽ വന്നപ്പോൾ ശ്രദ്ധിച്ചാണ് നോക്കിയ ഷോക്കേസിൽ ഒരു കുറെ റയർ പാൻ ചെയ്യുന്നു. അത് 200 രൂപയുടെ. ഇവിടെ 200 രൂപയും 250 രൂപയും പാന് കുറെ ഉണ്ട് ഗൈസ്. ഞാൻ അടുത്തതായിട്ട് പോയ നെയിൽ സ്ലിപ്പിലേക്കാണ് കേട്ടോ. ഇവിടെ ആകെ കുറെ കുഞ്ഞു കുട്ടികളുടെ ആയിരുന്നു. അപ്പൊ ഞാൻ ഒരു പ്ലെയിൻ ആയിട്ട് എടുത്തതും പിന്നെ ടോം ആൻഡ് ജെറിയിലാണ് എടുത്തത് ഗൈസ്. ഇവിടെ കുറെ നോട്ട്ബുക്ക് ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് അത്യാവശ്യം നോട്ട്ബുക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇങ്ങനത്തെ കട്ടറും റബ്ബറും ഉണ്ട്. ഇത് മിക്കവരുടെ കയ്യിലൊക്കെ ഉണ്ടാവും. പിന്നെ ഒരു ഹലോ കിറ്റിയുടെ ഒരു കട്ടർ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര കളർ. പിന്നെ ഇതേ ഗെയിം ഒക്കെ കളിക്കണവർക്കൊക്കെ പറ്റിയ ഒരു പൗച്ച് ഉണ്ട്, പബ്ജി ഗൈസ്. ഓരോ സെക്ഷനിൽ പല പല പാനുകളായി കളർഫുൾ ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ജോമെട്രി ബോക്സിന്റെ സെക്ഷൻ. ഗൈസ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് ഹെലികോപ്റ്ററിന്റെ പാന. ഗൈസ് ഈ ഒരു ബോക്സ് ഫുള്ള് ഇറേസർ ആണ് കേട്ടോ. ഇതിന്ന് ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ട് ഗൈസ്. പിന്നെ ഒരു സ്പിന്നറിന്റെ ഒരു പാൻ ഉണ്ട് കേട്ടോ. അത് ശരിക്കൊന്നും കറങ്ങൂല. പിന്നെ ഈ ഒരു സാധനത്തുമ്പോ വെറൈറ്റി കുറെ കീച്ചേനുണ്ട്. പക്ഷെ കഴിഞ്ഞ കൊല്ലത്തെങ്ങൾ അത്ര വെറൈറ്റി ഇല്ല. പിന്നെ ഇവിടെ സ്റ്റേഷനറി ഐറ്റംസ് മാത്രമല്ല, ഇവിടെ വീട്ടിലൊക്കെ ഇങ്ങനെ വിൽക്കാനും ഷോക്കേസിലൊക്കെ വിൽക്കാനുള്ള പറ്റിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ടോയ്സ് ഉണ്ട്. പിന്നെ റൂമിലൊക്കെ വിൽക്കാൻ പറ്റുന്ന മിനി ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെ ഇവിടെ കുറെ സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ കുറെ ക്രാഫ്റ്റും പ്രൊജക്റ്റും ഒക്കെ ചെയ്യാനുള്ള കുറെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങൾ അതൊന്നും വാങ്ങിച്ചില്ല. കഴിഞ്ഞ കൊല്ലാണെങ്കിൽ CBSE ആയതുകൊണ്ട് കുറെ പ്രൊജക്റ്റ് ഒക്കെ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ ഒന്നും അതിന്റെ ആവശ്യമില്ല. ഞാൻ സ്റ്റേറ്റിലേക്ക് ആയതുകൊണ്ട് സ്റ്റേറ്റില് പ്രൊജക്റ്റിന്റെ ആവശ്യം ഇല്ല എന്നാണ് എന്റെ പ്രതീക്ഷ. ഇനി പ്രൊജക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാലോ. പിന്നെ ഇവിടെ പോക്കിമോൻ കാർഡ് ഉണ്ട് കേട്ടോ, 55 രൂപയിലൊക്കെ. പിന്നെ എനിക്ക് ഈ ഒരു ബുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഞാൻ വാങ്ങിച്ചില്ല. അപ്പൊ അതേ അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിച്ച് ബില്ല് അടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് അത്യാവശ്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ബാസ്ക്കറ്റ് ഫുള്ളും പിന്നെ ഇത് താഴെ ഇരിക്കുന്ന ബുക്കൊക്കെ ഞങ്ങളുടെയാണ്.
അപ്പത്തേക്ക് ബില്ലൊക്കെ അടിച്ചിട്ട് അത്യാവശ്യം നല്ല പൈസ ആയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കാറിലാണ് പോണത്, അതുകൊണ്ട് ഇത് ഈ ബോക്സിലൊക്കെ അയക്കുന്നു. അപ്പൊ ഇതേ ബോക്സ് ഒക്കെ ഇതേ കാറിൽ കയറ്റിയിട്ടുണ്ട്. ഇത് അവരാണ് എടുത്തു വെച്ചത്. നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളിത് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട്. ചെറുതായി മഴയൊക്കെ പൊടിയുണ്ടായിരുന്നു. ബാക്ക് ടു സ്കൂളിലത്തെ എല്ലാം വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇത് ഈ പെട്ടിയിലുണ്ട്. അപ്പൊ വേറെ ഒരു വീഡിയോ ആയിട്ട് വരും ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന്. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓൺ ആക്കി വെക്കുക. വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണാം. ബൈ.